എനിക്ക് മോനെ ഒന്ന് കാണണമെന്നുണ്ട്. പിന്നെ ഇവിടത്തെ അവസ്ഥ അറിയാലോ, മാറി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് പോലും രവി സാറുള്ള സമയം നോക്കിയാ. എനിക്ക് മനസ്സിലാവും. മോനെ ഞാൻ കൊണ്ടുവന്ന് കുഞ്ഞമ്മയെ കാണിക്കാം. മതി, അത് മതി. അല്ലെങ്കിലും മോൾക്ക് മറ്റുള്ളവരുടെ മനസ്സും വേദനയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ മോളെ അനുഗ്രഹിക്കും. ഹർഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സമയത്തൊക്കെ വിട്ടുമാറാതെ നിന്നിരുന്ന ആളാ സുശീല. ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. സ്നേഹം കാണിക്കേണ്ടതേ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള സമയത്തല്ല, ഇതുപോലെ മോശം സമയത്താ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ. അതിലൊന്നും ആരെയും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ. എങ്കിൽ ഞാൻ ചെല്ലട്ടെ കുഞ്ഞമ്മേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ശരി മോളെ, മോള് പോയിട്ട് വാ. ശരി. ശരി. പാവം കുഞ്ഞ്. നീ എന്താ ഇവിടെ? ഹർഷയുടെ വീട്ടിൽ പോയതാണോ? അതെ, നമ്മൾ അന്ന് വന്നതല്ലേ. ഇടയ്ക്ക് വന്നന്ന് ആശ്വസിപ്പിച്ച ഹർഷയുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവല്ലോ എന്ന് തോന്നി. അതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നോക്കണ്ടേനോ. മോനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തി നിനക്ക് എപ്പോഴും ഹർഷയെ നോക്കാൻ പറ്റുമോ? അതിന് അവനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഞാൻ വരുമോ? അവനെ നോക്കാൻ അവിടെ ബാനും വേണ്ടല്ലോ. എങ്കിലും അനു ഹർഷയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പ്രതിഭയുടെ കാര്യത്തിൽ ഇടപെട്ടപ്പോഴും ഇന്ദ്രേട്ടൻ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ ഇന്ദ്രേട്ട? അതുണ്ട്. നിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ എനിക്കിപ്പോൾ ഒരു അധികാരവും ഇല്ലെന്നറിയാം. എന്നിട്ടും ഞാൻ പറയുന്നത് അനുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതിയാൽ മതി. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതാ ഇന്ദ്രേട്ട ഞാൻ ചെയ്യുന്നത്. ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള അനുഭവമൊക്കെ എനിക്കുണ്ട്. ശരി, ഞാനൊരു തർക്കത്തിനില്ല. അനു വണ്ടി കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോടാം. വേണ്ട ഇന്ദ്രേട്ടൻ, വേറെ വഴിക്കല്ലേ. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. ഞാൻ വിടാനു, നീ കേറ്. വേണ്ട ഇന്ദ്രേട്ട, ഞാൻ പോയിക്കോളാം. ഇന്ദ്രേട്ടന്റെ കാര്യങ്ങൾ നടക്കട്ടെ.